ഈ റൈഡ് ഗുണമാണോ ദോഷമാണെന്ന് ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തിയായിട്ട് അറിയുമെന്നറിയില്ല. പഠനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എത്ര പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും പഠനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാൻ എന്റെ അറിവിലില്ല. ഓക്കെ, അനീഷ എന്ന് പറഞ്ഞേ. എനിക്ക് പറയാനുള്ളത് ഈ ഒരു അപകടം പറ്റിയോ? എനിക്കൊരു അപകടം പറ്റി. അനീഷ റൈഡർ അല്ലേ? അതെ അതെ. ഏത് വഴി പോയി അപകടത്തിന്? ഞാൻ ലഡാക്കില് യാത്ര പോവായിരുന്നു ബൈക്കില്. എത്ര പ്രായമായപ്പോ? കഴിഞ്ഞ വർഷം. ലക്ഷ്മിയുടെ പോലെ അല്ല ലക്ഷ്മി ഒറ്റയ്ക്ക് പോയി, ഞാൻ ഗ്രൂപ്പിന്റെ കൂടെ പോയി. അപ്പൊ ഞാൻ ഒരു 400cc ബൈക്കിലാണ് പോയെ. അപ്പോ എല്ലാവരുടെയും ഒരു ഡ്രീം പോലെ തന്നെ ഞാനും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പോയതാ. പക്ഷേങ്കിൽ എനിക്കൊരു അപകടം പറ്റി. പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഓവർ സ്പീഡിങ്ങോ അല്ലെങ്കിൽ എന്റെ സ്കില്ലില്ലാത്തതുകൊണ്ടോ അല്ല. പഞ്ചാബിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു എനിക്ക് അപകടം പറ്റിയത്. രാവിലെ 5 മണിക്ക് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. റോഡിൽ ലൈറ്റ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. എന്റെ വണ്ടിക്കാണെങ്കിൽ സ്റ്റോക്കിന്റെ ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഫൈൻ ആണല്ലോ, ഓക്സിലറി ലാമ്പ് ഇടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലൈറ്റ് ഇല്ല. എനിക്ക് മുന്നിൽ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മുന്നിൽ ഒരു കുഴി. ആ കുഴി ഞാൻ കണ്ടില്ല. എനിക്ക് എന്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാനത് കണ്ടേനെ, അല്ലെങ്കിൽ എൻ്റെ ബൈക്കിൽ ഞാൻ ഓക്സിലറി ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കണ്ടേനെ. അത് കണ്ടില്ല, ഞാൻ നേരെ കുഴിയിൽ വീണു. 3 കുഴി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 ഞാൻ വീണു. ഒരു 10-20 മീറ്റർ ഞാൻ സ്കിഡ് ചെയ്ത് അങ്ങ് പോയി. പക്ഷേങ്കിൽ ഞാൻ പ്രോപ്പർ ഗിയറും ഒരു നല്ല ഹെൽമെറ്റും ഇട്ടത് കൊണ്ട് എൻ്റെ ഹെൽമെറ്റ് ഇങ്ങനെ ഒരഞ്ഞ് റോഡിൽ കൂടെ പോകുന്ന ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ തലക്കൊന്നും പറ്റിയില്ല. കാലൊരഞ്ഞു. ബൂട്ടിട്ടത് കൊണ്ട് ഒന്നും പറ്റിയില്ല. ബൂട്ട് ഒരഞ്ഞു, അപ്പർ ലെയർ മൊത്തം തേഞ്ഞു പോയി. പക്ഷേങ്കിൽ ഉള്ളിലത്തെ ഇരുമ്പ് ഇരുന്നത് കൊണ്ട് എൻ്റെ കാലിനൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ പാൻസ്, അതായത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പ്രോപ്പർ ഗിയേഴ്സ് ഇട്ടിട്ട് ഇറങ്ങുക. അതാകുമ്പോൾ ഞങ്ങൾക്ക് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റുന്നല്ല പറയുന്നത്, ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ സുരക്ഷയുടെ കാര്യം നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് അൺസ്കിൽഡ് ആണ്. അപ്പൊ അൺസ്കിൽഡ് ആണ് നമ്മുടെ പൊതുജനങ്ങൾ. അപ്പൊ അവരുടെ മുകളിലോട്ടാണല്ലോ നമ്മൾ കയറാൻ പോകുന്നത്. അതെനിക്ക് ലക്ഷ്മി പറഞ്ഞ പോലെ പറയാനില്ല. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് ബ്ലൈൻഡ് ആയിട്ടല്ല റോഡിലേക്ക് പോകുന്നത്, ഞങ്ങൾ വിജിലന്റ് ആയിരിക്കും. ഇവര് സ്കിൽഡ് ആയിട്ട് ഇവരെ പഠിപ്പിച്ചിറക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇവര് പറഞ്ഞു ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ചുറ്റുമുള്ളത് കാണാൻ പറ്റുമെന്ന്. ഇവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ചുറ്റുമുള്ളത് കാണാൻ പറ്റുമെന്ന്. എന്തുകൊണ്ട് എന്നിട്ട് നിരത്തിലെ കുഴി ഇദ്ദേഹം കണ്ടില്ല? അതാ ഞാൻ പറഞ്ഞ, ഓക്സിലറി ലാമ്പ് ഇല്ല, ലൈറ്റ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബൈക്കിൽ ഞാനൊരു ഓക്സിലറി ലാമ്പ് ഫിറ്റ് ചെയ്താൽ എനിക്ക് ഫൈൻ കിട്ടും. നമ്മുടെ സർക്കാർ വണ്ടിക്കൊക്കെ ലൈറ്റ് പ്രോപ്പറായി ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അല്ല സാറേ, ലൈറ്റ് കൊടുക്കുന്നില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.